മുമ്പ് വളരെ ചെറിയ കുട്ടികൾ അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ നമ്മളൊരു നോർമൽ ഒരു വലിയ മുതിർന്ന ഒരു 15 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 12 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാം. എന്നാൽ ഒരു 12 വയസ്സിന്റെ താഴെ 5 വയസ്സിനും 12 വയസ്സിന്റെയും ഇടയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത്രയും ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കൈ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് ഒരു നല്ലൊരു ചെസ്റ്റ് കംപ്രഷൻ. 5 വയസ്സ് ഒക്കെ ഉള്ള പിള്ളേർ, ഇനി അതിലും ചെറിയ പിള്ളേർ ഒരു 1-2 വയസ്സുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെസ്റ്റ് കംപ്രഷൻ. ഇനി അതിലും ചെറിയ കുട്ടി ഒരു 6 മാസം ഒക്കെ ഉള്ള കുട്ടി ഇതുപോലും കൂടുതൽ ഫോഴ്സ് ആണെന്ന് നമുക്ക് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ ഒരു തള്ളവിരൽ മാത്രം വെച്ചുകൊണ്ട് 1 2 3 4 5 ഇങ്ങനെ ചെയ്യാം. ഒരു തമ്പ് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യും. വളരെ ചെറിയ 1 മാസം 2 മാസം 3 മാസങ്ങൾ. പക്ഷെ ഈ 1 മാസം 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെസ്റ്റ് കംപ്രഷൻ ഫാസ്റ്റ് ആയിരിക്കും. കാരണം കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആണ്, 120 130 ഒക്കെയാണ്. അപ്പൊ നമ്മളൊരു 140 സ്പീഡിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇത് കുട്ടികൾക്ക് നമ്മൾ CPR ചെയ്യുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ്, വളരെ ചെറിയൊരു കുട്ടിയാണ്. ബേബി ബേബി നോ റെസ്പോൺസ്, ഹെൽപ്പ് ഹെൽപ്പ്, ജസ്റ്റ് വെയിറ്റ് ഫോർ മീ. Is it breathing? Breathing. Baby is in cardiac arrest. Please call 999. You come back to me fast. Tell our location correctly. 5 തവണ ചെയ്തു. 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 8 9 20. 1 2 3 4 5 6 7 8 9 30. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 20. 3 4 5 6 7 8 9 30. കുട്ടികൾക്ക് ശ്വാസതടസ്സം കാരണം കൊണ്ടായിരിക്കും മിക്കവാറും കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം 5 റെസ്ക്യൂ ബ്രെത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാൻ. പിന്നെ 30 ചെസ്റ്റ് കംപ്രഷനും 2 ബ്രീതിങ്, 30 ചെസ്റ്റ് കംപ്രഷൻ 2 ബ്രീതിങ്. പക്ഷെ വലിയ ആളുകൾ നമ്മുടെ മൗത്ത് ടു മൗത്ത് ബ്രീതിങ്ങിനെ കുറിച്ച് അങ്ങ് മറക്കുക, ചെസ്റ്റ് കംപ്രഷൻ നന്നായിട്ട് ചെയ്താൽ മതി. അതാണ് യൂറോപ്യൻ റെസിസ്റ്റേഷൻ കൗൺസിലും ഇപ്പോൾ പറയുന്നത്.